സംസ്ഥാനത്ത് കാലവർഷത്തിന് തുടക്കമായി കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ കാലവർഷം എത്തിയതായാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അറിയിപ്പ്. അതേസമയം ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. KM ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി അസാധാരണമായ മഴയാണ് പെയ്തിരുന്നത്. ഇന്ന് കാലവർഷം എത്തുകയും ചെയ്തു. പക്ഷേ അസാധാരണമായ മഴ എന്നുള്ളതിൽ നിന്ന് മാറി ഇടവിട്ട് ശക്തമായ മഴ എന്നുള്ള നിലയിലാണ് ഇന്നെല്ലാം ജില്ലയിൽ മഴ പെയ്യുന്നത്. ഈ അസാധാരണമായ മഴ പെയ്തതുകൊണ്ട് തന്നെ കളമശ്ശേരി, കാക്കനാട് ഭാഗങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുകയുണ്ടായി. ഈ പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറുകയുണ്ടായി. കാക്കനാട് വാഴക്കാലിലും ഒപ്പം കളമശ്ശേരി മൂലേപ്പാടം തുടങ്ങിയ ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത്. ആ പ്രദേശങ്ങളിൽ ഉള്ളവരെല്ലാം ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. നിലവിൽ 5 ക്യാമ്പുകളിലായി 116 പേരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. അത് കളമശ്ശേരി, കാക്കനാട് ഭാഗങ്ങളിലുള്ളവരാണ് പ്രധാനമായും ക്യാമ്പിൽ കഴിയുന്നത്. ഒപ്പം നോർത്ത് പറവൂർ മേഖലയിലുള്ളവരെയും ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടെ മന്ത്രി P. രാജീവ് ഇന്ന് ഈ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ഈ വെള്ളക്കെട്ട് അടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം അറിയിച്ചത് പ്രധാനമായും മഴക്കാല പൂർവ്വ ശുചീകരണം വളരെ സമയബന്ധിതമായി നടപ്പാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. അത് ഇത്തരത്തിലുള്ള യോഗം ചേരുന്നതിന് തടസ്സമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലും ഈ കളമശ്ശേരി പറയുന്ന ഭാഗങ്ങളിലൊക്കെ വലിയ മഴ പെയ്തിട്ടും വെള്ളക്കെട്ട് ഇല്ലാതിരുന്ന സാഹചര്യമുണ്ടായി. അതിന് കാരണം ഓപ്പറേഷൻ വാഹിനി എന്ന പദ്ധതി വിജയകരമായി നടത്തിയതുകൊണ്ടാണ്. ഇത്തവണയും ഈ ഓപ്പറേഷൻ വാഹിനി പദ്ധതി നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങി അതിനൊരു തടസ്സം വന്നു. പക്ഷേ പ്രത്യേക അനുമതിയോടെ ആ പദ്ധതി പുനരാരംഭിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഈ ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാന തോട് ശുചീകരണം പ്രവൃത്തികൾ ആരംഭിക്കും. അതിൽ എടപ്പള്ളി തോടാണ് പ്രധാനമായും ശുചീകരിക്കുന്നത്. അത്തരത്തിൽ ഈ ജില്ലയിലെ ഈ വെള്ളക്കെട്ട് ഉള്ള കാന തോട് പ്രദേശങ്ങളെല്ലാം വളരെ അടിയന്തരമായി ശുചീകരിച്ച് 2 ദിവസത്തിനകം തന്നെ ഈ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് മന്ത്രി P. രാജീവ് അറിയിക്കുകയുണ്ടായി. ഇതുകൂടാതെ ഇൻഫോ പാർക്കിലടക്കം വിവരങ്ങൾ നൽകിയത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഊർജിതമാക്കുകയാണ് തദ്ദേശ വകുപ്പുകളൊക്കെയും. KM ഉമേഷ് വിവരങ്ങൾ നൽകിയത്.